ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി മണ്ഡലവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കില്ല. ഒരു ബസ്സില്ല, ഒരു KSRTC ബേപ്പൂരിലില്ല, കടലുണ്ടിയിലില്ല, ഈ പറയുന്ന ഫറൂഖിലില്ല. ഒരു ലോക്കൽ ബസ്സിൻ്റെ അവൈലബിലിറ്റി ഗവൺമെൻറ് സ്കൂളുകൾ 23 ബസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും പോലെ. ഒരൊറ്റ ബസ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് ആ പാലം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു. രാത്രിയാകുമ്പോൾ ട്രെയിൻ പോകുമ്പോൾ ആളുകൾ കർട്ടൻ മാറ്റിയിട്ട് നോക്കി നിൽക്കും, എന്തൊരു ഭംഗി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പകലത്തെ സ്ഥിതി ഇതാണ്. നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം. മറ്റൊന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്ന പറവൂര്. ഇതുപോലെ തന്നെ നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂര്. മുഹമ്മദ് റിയാസിൻ്റെ എതിരാളിയായി മത്സരിക്കുന്നത് കുറേ കാലം മുൻപ് CPMന്റെ പാളയത്തിൽ നിന്നും CPMന് തീയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ PV അൻവർ തന്നെയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് 2 തവണ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന PV അൻവർ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉണ്ടായ ചില നയവൈകല്യങ്ങൾ മൂലം, നയപരമായ ചില തെറ്റിദ്ധാരണകൾ മൂലം അവർ തെറ്റിപ്പിരിയുകയായിരുന്നു. മുഖ്യമന്ത്രി മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മതേതര നിലപാടുകളിൽ നിന്ന് മുഖ്യമന്ത്രി പിറകോട്ട് പോയി മതേതര നിലപാടുകൾ പുലർത്താത്ത സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന ചില സ്വർണ്ണ പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അന്ന് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നത്. പിന്നീട് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുകയും 20,000 വോട്ട് നേടുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറിയത്. എന്നാൽ UDFിലേക്ക് പ്രവേശനത്തിന് വേണ്ടി കാത്തുനിന്ന PV അൻവറിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ UDFിൽ പ്രവേശനം കിട്ടുകയും മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച് ആ സീറ്റ് ഞാൻ UDFന് പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു PV അൻവർ UDFിലേക്ക് ചേക്കേറിയത്. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ PV അൻവറാണ് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്നത്. ബേപ്പൂർ തീരനിവാസികളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും നോക്കാതെ അവിടെ ടൂറിസം വികസനത്തിന്റെ പേരിൽ സീപ്ലെയിനും അതുപോലെ ദേശീയപാത വികസനവും മാത്രം കൊണ്ടുവന്നാൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അരിപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്ന് PV അൻവർ തുറന്നടിക്കുന്നു. തീരപ്രദേശ നിവാസികളായ മത്സ്യബന്ധന തൊഴിലാളികളായ ബേപ്പൂരിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖം ബാധിക്കുകയാണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ അവർക്ക് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പൊതു ശ്മശാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബേപ്പൂർ മണ്ഡലത്തെ മുഹമ്മദ് റിയാസ് അധപ്പതിപ്പിച്ചു എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ കീഴിൽ കേരളം ശ്വാസം മുട്ടുകയായിരുന്നു, ദുർഭരണം തന്നെയാണ് നടന്നത് എന്ന് PV അൻവർ തുറന്നടിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞ് സർക്കാരിലും ഇടതുപക്ഷത്തും നടത്തുന്ന തേരോട്ടങ്ങൾ പിടിച്ചുകെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് PV അൻവർ ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി താൻ ബേപ്പൂരിലുണ്ട്. ബേപ്പൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് താൻ അന്വേഷിച്ച് കണ്ടെത്തി. ചിലയിടങ്ങളിൽ കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത അവസ്ഥ. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ബാക്കി പത്രം ഇതൊക്കെയാണ്. വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ല. എന്തിന് സർക്കാർ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം വരെയില്ല. സാധാരണക്കാരന്റെ കുട്ടികൾ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ കാശ് കൂടിയ വലിയ വലിയ ആശുപത്രികളെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി ഭരണം ബേപ്പൂരിനെ മാറ്റിമറിച്ചു എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് PV അൻവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുഹമ്മദ് റിയാസിനെ പൊളിച്ചടുക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു മാധ്യമത്തിന് PV അൻവർ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കാലം കടന്നു വന്നപ്പോൾ പിണറായി മാറുകയാണ്. PV അൻവറിന്റെ നിലപാടിലല്ല മാറ്റം വന്നത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാമായി പിണറായി മാറി. ലോക്കൽ സെക്രട്ടറി അദ്ദേഹമായി, ജില്ലാ സെക്രട്ടറി അദ്ദേഹമായി, സ്റ്റേറ്റ് സെക്രട്ടറി തുടങ്ങി പൊളിറ്റ് ബ്യൂറോ വരെ അദ്ദേഹം ഒരു വ്യക്തിയിലേക്ക് ആ പാർട്ടി ഒതുങ്ങി. അതിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഒരു ചർച്ചകളില്ല. പാർട്ടിയും ഗവൺമെൻറ്റും നാടും എല്ലാം താൻ തീരുമാനിക്കുമെന്ന ഏകാധിപത്യത്തിലേക്ക്. അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. അതിപ്പോഴും ഇവിടെ ചർച്ച നടക്കുകയാണ്. തൊഴിലാളി വർഗ പാർട്ടി ഒരു ഘട്ടത്തിൽ തൊഴിലാളികളെ പാടെ കൈവിട്ടു എന്ന് മാത്രമല്ല, പരിപൂർണമായിട്ടും ഒരു മുതലാളി പക്ഷ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ആശാ വർക്കർമാർ 8.5 മാസക്കാലം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പട്ടിണി സമരം നടന്നിട്ടൊരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ആ മാറ്റമാണിത് കണ്ടത്. അല്ല പറയട്ടെ, അദാനിയെ പാർട്ട്ണറാണ് എന്ന് പറയുന്നതിലേക്ക് അതിൽ ആത്മാഭിമാനം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് സംവിധാനമായി പിണറായിയും സംഘവും മാറി. അതിനെതിരെ എടുത്ത നിലപാടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ ഒരു നിലപാടും മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ NDA സ്ഥാനാർത്ഥിയെയും കണ്ടു. NDA സ്ഥാനാർത്ഥി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ബാബുവും റിയാസും തമ്മിലാണ് മത്സരം, പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ്. പ്രകാശ് ബാബുവും റിയാസും തമ്മിലാണ് മത്സരം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാണാം. അദ്ദേഹം 3ാമത്തെ തവണയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞൊരു മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞിട്ടത് ഞങ്ങൾ ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. അദ്ദേഹം ഏത് നാണയത്തിൻ്റെ വശമാണെന്ന് ചോദിച്ചാൽ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനത്തെ ഒരു വെയ്ഗ് സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്തും അതിനൊരു പൊളിറ്റിക്കൽ വാലിഡിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂരായിരുന്നു സ്വന്തം മണ്ണ്. ബേപ്പൂര് ഒരുപക്ഷെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മത്സരരംഗത്തേക്ക് വന്ന ഒരാളാണ്. ഈ ബേപ്പൂരിൻ്റെ ഒരു പൾസ് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് അല്ലെങ്കിൽ UDF പ്രവർത്തകരൊക്കെ അതിന് എന്താ പറയുക, മുഴുവൻ മനസ്സോടെ സ്വീകരിച്ചോ? പഴയ ഇടതുപക്ഷക്കാരനായ പരിപൂർണമായിട്ടും UDF ഇവിടെ ഒറ്റക്കെട്ടാണ്. UDF മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ ഒരു വിഭാഗവും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. സഖാക്കളുടെ ഒരു നല്ല വിഭാഗവും ഞങ്ങളുടെ കൂടെ ഈ വിഷയത്തിലുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജയിക്കാൻ കഴിയും. ഈ മണ്ഡലത്തിലെ ജനം എതിരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ അരമണിക്കൂർ നിങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കാണുകയായിരുന്നു, ലൈവ് കാണുകയായിരുന്നു. എന്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹം ആകെ പറയുന്നത് 2 പുലിമൂട്ടിൻ്റെ വിഷയം ഒരു ടൂറിസമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി മണ്ഡലവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കില്ല. അതിനെക്കുറിച്ച് ആശുപത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ? കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ? ഇവിടെ അടഞ്ഞു കിടക്കുന്ന തൊഴിൽശാലകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന കടലോര മേഖലയിലെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ്. ബേപ്പൂർ പോർട്ട് കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇടിഞ്ഞു തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ പ്രസവിക്കാൻ സൗകര്യമില്ലാത്ത, ഗൈനക്കോളജി ഇല്ലാത്ത ഏക ആശുപത്രി ഇവിടെയാണ്. ആരോഗ്യരംഗം 2 ഹെൽത്ത് സെൻ്ററുകൾ മാറാടും കടലുണ്ടിയിലും ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. ഇവിടെ 1.5 വർഷമായിട്ട് സർക്കാർ കൊടുത്ത MP കൊടുത്ത ഒരു ആംബുലൻസ് കേട് വന്നിട്ട് അതൊന്നും നന്നാക്കി കൊടുക്കാൻ ആ സർക്കാരിലെ ഒന്ന് ഇടപെടാൻ സാധിച്ചിട്ടില്ല. 2 അംഗനവാടികൾ ഈ പറയുന്ന നമ്മുടെ കടലുണ്ടി പഞ്ചായത്തിൽ കെട്ടിടം അൺഫിറ്റാണെന്ന് പറഞ്ഞിട്ട് പൂട്ടി പോയി. അവസാനം ജനങ്ങൾ ഇടപെട്ട്, രക്ഷിതാക്കൾ ഇടപെട്ട് ഒരു കെട്ടിടത്തിൻ്റെ ചായ്പിൽ ആ 2 അംഗനവാടികൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ UDF കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് സ്ത്രീകൾക്കുള്ള KSRTCയുടെ യാത്രയാണല്ലോ. ആ യാത്രാ സൗകര്യം അനുഭവിക്കാൻ ഒരു നിർഭാഗ്യവാന്മാരായ സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. ഒരു ബസ്സില്ല, ഒരു KSRTC ബേപ്പൂരിലില്ല, കടലുണ്ടിയിലില്ല, ഈ പറയുന്ന ഫറൂഖിലില്ല. ഒരു ലോക്കൽ ബസ്സിൻ്റെ അവൈലബിലിറ്റി. ഗവൺമെൻറ് സ്കൂളുകൾ 23 ബസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ. ഒരൊറ്റ ബസ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് ആ പാലം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു. രാത്രിയാകുമ്പോൾ ട്രെയിൻ പോകുമ്പോൾ ആളുകൾ കർട്ടൻ മാറ്റിയിട്ട് നോക്കി നിൽക്കും, എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പകലത്തെ സ്ഥിതി ഇതാണ്. അപ്പോൾ എല്ലാം ലൈറ്റിട്ട്, റീൽസ് ഇട്ട്, ലൈറ്റ് കളർഫുള്ളാക്കി ആളുകളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ആ നിലപാട് തുടരുകയാണ് ഇപ്പോൾ ജനാധിപത്യത്തിലും. കേരളത്തിലെ 4 റിബലാണ് അപരന്മാരാണ് PV അൻവറിനുള്ളത്. അപ്പം PV അൻവറിന് വോട്ട് കിട്ടുമെന്നും അദ്ദേഹം തോൽക്കാൻ പോവുകയാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 റിബൽ. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ആ റീൽസിൽ എങ്ങനെ ജനങ്ങളെ പറ്റിച്ചോ അതുപോലെ ജനാധിപത്യത്തെയും വഞ്ചിക്കാൻ അദ്ദേഹം വഞ്ചകനായ ഒരു രാഷ്ട്രീയ നേതാവാണ്.